ബ്രേക്കിംഗിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിലെ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലടങ്ങിയ ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറെടുത്ത അന്വേഷണ സംഘം. പോലീസ് കണ്ടെത്തലുകൾ പൾസർ സുനി സ്ഥിരീകരിച്ചതായാണ് വിലയിരുത്തൽ. സുനിയുടെ വെളിപ്പെടുത്തലിൽ നിയമോപദേശം തേടാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. സുനിയുമായി നടത്തിയ സംഭാഷണം, നമ്മുടെ ആ അന്വേഷണ റിപ്പോർട്ട് അതിപ്പോൾ ഒരു തെളിവായി പോവുകയാണോ കോടതിയിലേക്ക്? സുജയ പാർവതി, നടിയാക്രമിച്ച കേസിലെ അന്വേഷണ സംഘം ഈ ദൃശ്യങ്ങൾ, ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ അത് കോടതിയിലേക്ക് സമർപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇന്നലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ യോഗം വിളിച്ചിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ. ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. ഇതെങ്ങനെ തെളിവാക്കി മാറ്റാം എന്നതാണ് പ്രധാനമായും പരിശോധിച്ചത്. നിയമപരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാകും ഈ ദൃശ്യങ്ങൾ അടങ്ങുന്ന ടാപ്പ് അത് കോടതിയിലേക്ക് സമർപ്പിക്കുക. ഇതിൽ ഒരു കുറ്റസമ്മത മൊഴി തന്നെയുണ്ട്. കാരണം ഈ നടിയെ ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണ്, 8ാം പ്രതിയായ ദിലീപാണെന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ ഇതിന് എത്ര രൂപയാണ് കൈപ്പറ്റിയതെന്ന് അടക്കമുള്ള വിശദീകരണവുമുണ്ട്. ഏതാണ്ട് 70 ലക്ഷം രൂപ കൈപ്പറ്റി, 80 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. 1.5 കോടിയാണ് കൊട്ടേഷൻ. അങ്ങനെ തുടങ്ങിയ ഈ ക്രൂരമായ വേട്ടയുടെ വിവിധ തെളിവുകളായി വെളിപ്പെടുത്തലുകൾ പൾസർ സുനിയുടേതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു തെളിവായി തന്നെ ഈ ദൃശ്യങ്ങൾ, അതിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ, ടെലികാസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് സംഘം ശേഖരിച്ചിരുന്നു. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച്, റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. ഇത് കേസിൻ്റെ അന്തിമ വിചാരണയാണ് നടക്കുന്നത്. ഏതാണ്ട് 2 മാസത്തിന് അപ്പുറം ഒരുപക്ഷേ ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാണ് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട വിലയിരുത്തലും അതുതന്നെയാണ്. ഇതെങ്ങനെ കേസിന് അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന കൂടി നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട അഭിഭാഷകരുമായി, സർക്കാർ അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് തെളിവായി കോടതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുജയ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നിയമോപദേശം തേടുന്നു. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവന്ന ആർ റോഷിപാൽ നടത്തിയ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി സുനിയുമായി നടത്തിയ സംഭാഷണവും തെളിവായി മാറുകയാണ്.